ഹലോ, വെൽക്കം ബാക്ക് ടു സോഫീസ് കിച്ചൺ. ഇന്ന് ബൺ കേക്കിൻ്റെ റെസിപ്പി ആട്ടോ. ഇതിനായിട്ട് 1/4 കപ്പ് ഇളം ചൂട് പാലെടുക്കുന്നുണ്ട്. പിന്നെ ഈസ്റ്റാണ്, ഒരു അര സ്പൂണോളം ഈസ്റ്റും അതേ അളവിൽ തന്നെ ഷുഗറും ആഡ് ചെയ്ത് ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണത്. ഇനി നമുക്ക് ബൺ കേക്ക് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ മൈദ എടുക്കാം. ഈ കപ്പിൽ 3 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനകത്തേക്ക് ആവശ്യം ഒരു പിഞ്ച് ഇട്ടാൽ മതി. ഉപ്പ്, അല്പം ഉപ്പ് ആഡ് ചെയ്താൽ മതി. ഇതിനകത്തേക്ക് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് ഷുഗർ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് അധികം വേണമെങ്കിൽ അധികം ആഡ് ചെയ്യാം. ഇതിപ്പോൾ ലൈറ്റായിട്ടേ മധുരം ഉണ്ടാകുകയുള്ളൂ. 3 സ്പൂൺ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. അതൊരു ബണ്ണിൻ്റെ ആ ഒരു സ്വീറ്റ്നെസ് കിട്ടാൻ വേണ്ടി മാത്രം. കേക്കിൻ്റെ രീതിയിലേക്ക് ഞാൻ ഇത് ഷുഗർ ആഡ് ചെയ്തിട്ടില്ല ഇതിനകത്ത്. ബണ്ണിൻ്റെ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടി മാത്രമാണ്. നമുക്കിതിനകത്തേക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മിൽക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം. ഞാൻ 3 കപ്പാണ് മൈദ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യണത് 3 കോഴിമുട്ടയാണ്. 2 കപ്പ് മൈദയാണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ 2 കോഴിമുട്ട ആഡ് ചെയ്താൽ മതി. ഓക്കെ. ഇതിനകത്തേക്ക് 4 സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്ന് മിക്സ് ആക്കി ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇളം ചൂട് ഒരു അരക്കപ്പിനും 3/4 കപ്പിനും ഇടയിലായിട്ടാണ് ഇതിനകത്തേക്ക് വെള്ളം യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് നമുക്ക് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഇളം ചൂടുവെള്ളം വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് വേണം ഇളക്കിയെടുക്കാൻ. ഒറ്റയടിക്ക് വെള്ളം ഒഴിക്കേണ്ട, അപ്പോൾ ചിലപ്പോൾ വെള്ളം അധികമായി പോവും. ഇതൊരു പേസ്റ്റ് രൂപത്തിലായാലേ കേക്ക് നല്ല സ്പോഞ്ചായി കിട്ടുള്ളൂ. ഇതാണ് ശരിക്കും ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇതിനകത്തേക്ക് ഇത് ഓപ്ഷണലാണ്. വേണമെന്നുണ്ടെങ്കിൽ നട്ട്സോ റൈസിൻസോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇനി അത് 1 മണിക്കൂർ നേരത്തേക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ. എന്നാലും ഇത് ഡബിളായി വരുള്ളൂ. അപ്പോഴേക്കും നമുക്ക് ഈ കേക്ക് ടിന്നൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഓയിൽ ഗ്രീസ് ചെയ്യാം. പിന്നെ അപ്പോഴേക്കും നമുക്ക് സ്റ്റീമർ റെഡിയാക്കി വെക്കാം. ഇത് ഇരട്ടിയായിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ നല്ല രീതിയിൽ ഇരട്ടിയായിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചെടുക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. സ്റ്റീമർ ചൂടായി വന്നിട്ടുണ്ട്. ഇതും ഓപ്ഷണലാണ്. ഞാൻ പിസ്തയാണ് ഇടുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതൊരു 30 മിനിറ്റ് നേരത്തേക്കാണ് ഇതിൻ്റെ ഒന്ന് സ്റ്റീമായി വരുന്ന ഒരു കണക്ക്. ഫസ്റ്റ് എന്നൊരു 10 മിനിറ്റ്സ് നമ്മൾ നല്ല ഫ്ലെയിമിലിട്ട് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് വെച്ചേക്കണം. അതിന് ശേഷം പിന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. നല്ല സ്പോഞ്ചായിട്ടുണ്ട്. കുത്തി നോക്കുക അത് വെന്തോ എന്നുള്ളത്. ഓക്കെ, സെറ്റായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കാരണം കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കായോ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാൻ ഇഷ്ടമായിരിക്കും. ഇത് നല്ല സോഫ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും പറയണേ, ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ആഡ് ചെയ്യാം. ഞാനത് കുറച്ച് ഷുഗറേ ഇട്ടിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.